ഞാൻ ഡോക്ടർ വിപിൻ, സീനിയർ കൺസൾട്ടൻറ്റ് റെസ്പിറേറ്ററി മെഡിസിൻ, SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് TB പറ്റിയാണ്. TB ഉണ്ടാക്കുന്ന രോഗാണു മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയും. TB രണ്ട് തരം. ഒന്ന് നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന TB, അതായത് പൾമണറി. മറ്റേത് ശരീരത്തിലുള്ള ബാക്കി ഓർഗൻസിനെ ബാധിക്കുന്നത്, അതാണ് എക്സ്ട്രാ പൾമണറി TB എന്ന് പറയുന്നത്. TB എങ്ങനെയാണ് ഒരാളിൻ്റെ നിന്ന് വേറൊരാളിലോട്ട് പകരുന്നത്? TB വായു വഴിയാണ് പകരുന്നത്. അസുഖമുള്ള ഒരാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ നിന്ന് ഈ അണുക്കൾ വെളിയിൽ എൻവയൺമെൻറ്റിലോട്ട് വരികയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാൾ ഈ അണുക്കളെ ശ്വസിക്കാൻ ഇടവരുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് TB എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവും. TB ശ്വസിക്കുന്ന എല്ലാ ആൾക്കാർക്കും അസുഖം ഡെവലപ്പ് ചെയ്യത്തില്ല. അസുഖം ഡെവലപ്പ് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം അയാളുടെ ഇമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടിരിക്കും. ഇമ്മ്യൂണിറ്റി വീക്കായിട്ടുള്ള ആൾക്കാർക്ക് ആക്റ്റീവായിട്ടുള്ള TBയുടെ അസുഖം ഡെവലപ്പ് ചെയ്യും. ആർക്കാണ് TB ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് കൂടുതൽ? ഒരു TB പേഷ്യൻറ്റുമായിട്ട് വളരെ അടുത്ത് ഇടപെടുന്ന എല്ലാ ആൾക്കാർക്കും TB ഡെവലപ്പ് ചെയ്യാനുള്ള റിസ്ക് കൂടുതലാണ്. അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറവായിട്ടുള്ള ആൾക്കാർ, ഷുഗറുള്ള ആൾക്കാർ, കിഡ്നിയുടെ അസുഖമുള്ള ആൾക്കാർ, സ്റ്റിറോയിഡ് മെഡിസിൻസ് അല്ലെങ്കിൽ വേറെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്ന ഏത് മരുന്ന് കഴിക്കുന്ന ആൾക്കാരായാലും TB ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് TB എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? അത് പൾമണറി TB, അതായത് ലങ്സിനെ ബാധിക്കുന്ന TB ആണെന്നുണ്ടെങ്കിൽ കഫം പരിശോധിച്ചിട്ടാണ് TB ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നത്. ശരീരത്തിലുള്ള ബാക്കി ഭാഗങ്ങളെ ബാധിക്കുന്ന TB ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സ്ഥലങ്ങളിൽ നിന്ന് ഒരു ചെറിയ ടിഷ്യൂ പീസ് എടുത്ത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് TB ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം കൺഫേം ചെയ്യേണ്ടി വരും. TB എങ്ങനെ ട്രീറ്റ് ചെയ്യാം? TB ട്രീറ്റ് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 4 ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പോൾ TBയുടെ ടോട്ടൽ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് മിനിമം 6 മാസമാണ്. ശരീരത്തിലുള്ള ചില ഭാഗങ്ങളിലുള്ള TB, ഫോർ എക്സാമ്പിൾ സ്പൈനൽ TB, മെനിഞ്ചൽ TB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 6 മാസത്തിൽ കൂടുതൽ മരുന്നെടുക്കേണ്ടി വരും. TB ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരു കാരണവശാലും മരുന്ന് നിർത്താൻ പാടില്ല. അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ TB അണുക്കൾക്ക് റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ TBയുടെ ഇൻഫെക്ഷൻ പിന്നെയും വരാനുള്ള സാധ്യത ഉണ്ട്. TB ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖമാണ്. TB പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ TB ഡയഗ്നോസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഹോസ്പിറ്റൽ, അതായത് SP മെഡിഫോർട്ട് ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം, ഇവിടെ TB ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനുമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. SP Medifort, you first, always.